നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറെ ക്രിമിനൽസിനെയൊക്കെ കമ്പനിക്ക് കിട്ടുമല്ലോ. അതിന്ന് പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടും. വാ വാന്ന്, എനിക്ക് കൊതിയായിട്ട് പാടില്ല സെല്ലിക്കയറാൻ. വട്ടായോ? വാ വാന്ന് വരാൻ. ശാരദാമ്മേ, അവളെവിടെടി? മാർക്കറ്റിൽ പോയതാ ശാരദാമ്മേ. ഈ സമയത്ത് ചെന്നാ തിരക്ക് കുറവാ. ചീഞ്ഞ ഉള്ളി, സവാള, ഉരുളക്കിഴങ്ങും ഒക്കെ കച്ചവടക്കാര് കുറഞ്ഞ വിലക്ക് കൊടുക്കും. അവളുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല അല്ലേ? മാറ്റം ഉണ്ടായത് ഇപ്പോഴല്ലേ? നേരത്തെ ഇത് തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. അധികാരവും പണവും ഒക്കെ കയ്യിൽ വരുമ്പോഴേ ഓരോരുത്തരുടെയും തനി നിറം പുറത്തു വരും. മകളാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതെന്താ ശാരദാമ്മേ? ഞാനേ ഇന്നൊരു ഹോട്ടലിൽ ജോലിക്ക് കയറിയടി. അവിടെ അവര് കുമ്പിളപ്പം ഉണ്ടാക്കി വിൽക്കുന്നു. നല്ല ചെലവാ. അപ്പൊ ഇവിടെയും അത് പരീക്ഷിച്ചാലോന്നൊരാലോചന. ശാരദാമ്മ വേറെ ഹോട്ടലിൽ ജോലിക്ക് കയറിയെന്നോ? അതിനെന്താടി ഇത്ര പുതുമ? ഇവിടെ ചെയ്തോണ്ടിരുന്ന പണി തന്നെയല്ലേ അവിടെയും ചെയ്യുന്നത്. എന്നാലും ഹോട്ടലുടമയായിരുന്നിട്ട് വേറൊരിടത്ത് ജോലിക്ക് കയറിയെന്നൊക്കെ പറഞ്ഞ അതിലൊന്നും ഒരു കുറച്ചിലും ഇല്ല രാജി. ഇവിടെയും മുതലാളിയായിട്ട് കസേരയിട്ട് ഇരിക്കുമൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ. ആവുന്ന പോലെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഹോട്ടലിൽ പോയാലും അതൊക്കെ തന്നെ ചെയ്യണം. പിന്നെ മുതലാളി എന്നുള്ള പദവിയൊന്നും ഞാൻ ആസ്വദിച്ചിട്ടില്ല. എന്നെ കൊണ്ട് തനിയെ കൂട്ടിയാ കൂടില്ല എന്ന് വന്നപ്പോഴാ നിങ്ങളെയൊക്കെ ജോലിക്ക് വെച്ചത്. വെറും ജോലിക്കാരിയായിട്ടല്ലല്ലോ ഞാൻ നിങ്ങളോട് ഇടപഴകിയിട്ടുള്ളത്. പിന്നെ വരുമാനത്തിന്റെ കാര്യം, നിങ്ങൾക്കൊക്കെ മാസാമാസം കിട്ടുന്നതിനേക്കാൾ വലുതായിട്ടൊന്നും എനിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞ അപ്പോഴും ഇപ്പോഴും എല്ലാം സമാസമം. എന്നാലും ശാരദാമ്മേ, എടി, ജോലിക്ക് പോകുന്ന എനിക്ക് കുറച്ചില്ലെങ്കിൽ പിന്നെ നിനക്കെന്താടി കുഴപ്പം? നീയേ ഈ വഴനയിലേക്കൊന്ന് വൃത്തിയാക്കിയേ, നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാം. എനിക്കതിന് കുമ്പിളപ്പം ഉണ്ടാക്കാനൊന്നും അറിയില്ല ശാരദാമ്മേ. ഞാൻ കാണിച്ചു തരാടി. ശങ്കരേട്ടൻ അടർത്തി തന്ന വരിക്ക ചക്ക ഇപ്പം പഴുത്തിട്ടുണ്ടാവും. അത് വീട്ടിന്റെ അടുക്കളപ്പുറത്തുണ്ട്. നീ അതിങ്ങ് എടുത്തോണ്ട് വാ. ചെല എന്താ മാമേ? എന്തോ നീ എന്തിനാണ് കരഞ്ഞത്? അറിയില്ല സാർ, എന്തോ വല്ലായ്മ ഉണ്ടെന്ന് തോന്നുന്നു. വിശക്കുന്നുണ്ടാവും. പാല് കൂടി കുടിക്കുന്നില്ല, കുപ്പി തട്ടി മാറ്റി കളയാ. അമ്മയെ കാണാത്തതിന്റെയാ. അവരിപ്പിങ്ങെത്തും. നീ അതൊരു അവളെ എങ്ങനെയും സമാധാനിപ്പിക്കാൻ നോക്ക്. കണ്ണുണ്ടായിട്ടും ഇത്ര നാളും സ്വന്തം വീട്ടിൽ നടന്നിരുന്ന കാര്യങ്ങൾ പോലും കാണാതിരുന്നവൾ, കാതുണ്ടായിട്ടും ഓരോ 4 ചുവരിനുള്ളിലും നിറഞ്ഞു നിന്ന നിലവിളികളും നെടുവീർപ്പുകളും കേൾക്കാത്തവൾ എവിടുത്തെ ന്യായാധിപയാകും? എന്ത് തീർപ്പ് കൽപ്പിക്കാൻ അവൾക്ക് അവകാശം?
അദൃശ്യമായ ആ ചെങ്കോലും കിരീടവും സത്യഭാമ നിന്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. ഇനിമേലിൽ നാടിന് നാഥയല്ല സത്യഭാമ. ഒരു നല്ല ഭാര്യയായി, അമ്മയായി, അമ്മായിയമ്മയായി, മുത്തശ്ശിയായി മാത്രം ജീവിക്കണമെന്നുണ്ട് എനിക്ക്. അനുഗ്രഹിക്കണേ ഭഗവാനെ. ഭാമേ, കുറച്ചു നേരമായോ നിങ്ങൾ എത്തിയിട്ട്? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. ഇതും സത്യഭാമയുടെ പണം തന്നെയാ. അമ്മേ, തലകുനിക്കട. തലകുനിക്കേ. മാലയിടാനെങ്കിലും നിന്റെ തല എന്റെ മുമ്പിൽ നിന്ന് കുനിഞ്ഞല്ല. അമ്മേ, എന്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ. അറിയാവിട, സൈക്കിൾ റേസിലടക്കം ഓരോ സ്ഥലത്ത് നീ എന്റെ മുന്നിൽ ജയിച്ചപ്പോ അത് മുഖത്ത് കാണിച്ചില്ലെങ്കിലും മനസ്സിൽ സന്തോഷിക്കായിരുന്നു ഞാൻ. മക്കളുടെ വിജയത്തെക്കാൾ വലിയ എന്ത് സന്തോഷമാണ് ഒരു അമ്മയ്ക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.